ഇവിടെ നമ്മളെ മാത്രമല്ലേ ഉള്ളൂ. വിക്കി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും വന്നാൽ ഞാൻ മാനേജ് ചെയ്തോളാം. ഡോണ്ട് വെറി, കട്ടിലടിയിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ചധികം കൂടുന്നുണ്ട്. നടക്കങ്ങോട്ട്. നടക്കാനേ പറഞ്ഞേ. കളനെ പോലെ റൂമിൽ കയറി വന്നിട്ട് ഞാൻ റൂമിൽ വന്നത് സാരി എടുക്കാൻ ഇങ്ങനെ ആയിരുന്നെങ്കിലോ അതോടെ കഴിഞ്ഞേനെ. നടക്കങ്ങോട്ട്. ഇത്രയൊക്കെ എഫേർട്ട് എടുത്ത് ഞാൻ വന്നിട്ട് എനിക്കൊരു കിസ് എങ്കിലും തന്നോടെ നിനക്ക്? അയ്യോ വിക്കി, ഇത് എന്തായി കാണിക്കുന്നേ? പോയി എവിടുന്ന്. ഹലോ ബോസ്, എന്നെ എന്തിനെങ്ങനെ ഫോളോ ചെയ്യുന്നേ? എനിക്ക് സംസാരിക്കാനുണ്ട്. ഞാൻ നിങ്ങളുടെ എംപ്ലോയി ഇപ്പൊ ഡ്യൂട്ടിയിലുള്ളത്. ആദ്യം എനിക്ക് എന്റെ ഡ്യൂട്ടി തീർക്കണം. അത് കഴിഞ്ഞിട്ടാവും വർത്താനവും ബാക്കിയല്ല. ബോസ് എന്തീ ചെയ്യുന്നേ? ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യല്ലേ? ഇങ്ങനെയാണോ ഒരാളെ ഹെൽപ്പ് ചെയ്യുന്നേ? ഇതെല്ലാം അറേഞ്ച് ചെയ്യേണ്ട ചുമതല എന്റെയാ. അതിന്റെ ഇടയ്ക്ക് ആരും കയറുന്ന എനിക്ക് ഇഷ്ടമല്ല. ഓരോന്നും ഇരിക്കേണ്ട സ്ഥാനത്ത് തന്നെ ഇരിക്കണം. അറിയാൻ പാടില്ലാത്ത കാര്യത്തിന് അധിക പ്രസംഗം പറയാൻ നിൽക്കല്ലേ. എന്താ അധിക പ്രസംഗമോ? ഞാനൊന്ന് ക്രിയേറ്റീവായ രീതിയിൽ അറേഞ്ച് ചെയ്തല്ലേ. ഇതാണോ ക്രിയേറ്റിവിറ്റി? അതിന് പുതിയതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ഗോപി മഞ്ചൂരി എണ്ണയിലിട്ട് കബാബ് ഉണ്ടാക്കാൻ നോക്കല്ലേ. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്തോട്ടെ. ഇനി വീണ ഉണ്ടല്ലോ, അവളുടെ വായിലിരിക്കുന്ന കേൾക്കാൻ വയ്യ. കല്ലിനെ പോലും അവള് വെറുതെ വിടില്ല. ചേട്ടാ, ഡെക്കറേഷൻ എങ്ങനെ വേണമെങ്കിലും ഇരിക്കട്ടെ. കേക്ക് സൈസും വലുതായിക്കോട്ടെ. വന്നവരെ ദൈവത്തെ പോലെ സ്വീകരിച്ചാലും അവരുടെ മനസ്സിൽ എപ്പോഴും ഭക്ഷണത്തിന്റെ രുചിയായിരിക്കും. അവര് രാത്രി പോയി കിടന്ന് ഉറങ്ങുമ്പോഴും കയ്യിലും മണം ഉണ്ടായിരിക്കണം, വായില് രുചി ഉണ്ടാവണം. ആ രീതിയിൽ വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട് മാഡം. സുഹാസിനി മേഡം പറഞ്ഞ മെനുവിലെ എല്ലാ സാധനങ്ങളും റെഡി ആയില്ലേ? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോന്ന്. അതുമാത്രല്ല, നിങ്ങളുടെ അടുത്തുനിന്ന് 10 വെയിറ്റേഴ്സിനും ചോദിച്ചിട്ടില്ലായിരുന്നോ? അവരെല്ലാരും വന്നിട്ടുണ്ടോ? ഇതുവരെ വന്നിട്ടില്ല മാഡം, അവരിപ്പോ എത്തിക്കോളും. ഇനി എപ്പോഴാ വരുന്നേ? ഒന്ന് വേഗം വിളിക്ക്. ഗസ്റ്റ് എല്ലാം വരാനുള്ള സമയമായി. പാർട്ടിയും തുടങ്ങാറായി. നമ്മുടെ ഭക്ഷണം റെഡിയല്ല എന്ന് പറഞ്ഞ് ഗസ്റ്റിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാനൊന്നും പറ്റില്ല. ആ ശരി മാഡം. എന്തിനാ എന്റെ പുറകെ വരുന്നേ? ഒന്ന് മാറിക്ക്, എനിക്ക് പോണം. നിനക്ക് മലയാളം അറിയില്ലേ? അറിയാതെ പോലും കോമയും കുത്തുമൊന്നും മിസ് ചെയ്യുന്ന ആളല്ല ഞാൻ. എനിക്ക് നന്നായിട്ട് മലയാളം അറിയാം. മലയാളത്തില് പണ്ടേ ഞാൻ ശ്രേഷ്ഠയാണ്. ഒന്ന് പറഞ്ഞാൽ നീ 100 പറയുമല്ലേ? നോൺസെൻസ്. ഞാൻ അതല്ല ചോദിച്ചത്. എനിക്കങ്ങനെ വളച്ചുകൂറ്റി സംസാരിക്കാനൊന്നും അറിയില്ല. ഞാൻ എപ്പോഴും എന്ത് കാര്യമാണെങ്കിലും മുഖത്ത് നോക്കി പറയും. വെറുതെ എന്റെ പുറകെ നടക്കണ്ട. നീ എങ്ങോട്ടേക്കാ ഓടി പോകുന്നത്? എന്നെ ഒന്ന് സംസാരിക്കാൻ നീ അനുവദിക്കുന്നുണ്ടോ? എനിക്ക് നിന്നോട് സംസാരിച്ചേ പറ്റുള്ളൂ. വേദാന്ത്, ഏയ്, എനിക്ക് സംസാരിക്കണമെന്ന്. നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? അവോയ്ഡോ? അത് ഞാൻ നിങ്ങളെയോ? ഇതെന്താ തമാശയാണോ? അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ ഇടയ്ക്ക് എന്താ വഴക്കുണ്ടായിട്ടുണ്ടോ? നോക്ക്, ചുമ്മാ വളവളാന്ന് സംസാരിക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാ മതി. എന്ത് കേൾക്കണം? എന്റെ അടുത്ത് എന്താ സംസാരിക്കണോളെ? എനിക്ക് വേറെ ജോലിയുണ്ട്, എന്നെ വിട്. ജോലിയുണ്ട്? അത്ര ജോലി? നിന്റെ ബോസാ ഞാൻ ഓർഡർ ചെയ്യുന്നു, നീ ഇവിടെ നിൽക്ക്. അതെ, നിങ്ങൾ എന്റെ ബോസാ, ഞാൻ നിങ്ങളുടെ എംപ്ലോയി. അത്രേ ഉള്ളൂ. എനിക്ക് എന്റെ സ്ഥാനം എന്താണെന്ന് നന്നായിട്ട് അറിയാം. നീ എന്താ ഇപ്പൊ പറഞ്ഞേ? നമ്മൾ തമ്മിൽ അത്രേ ഉള്ളൂ. എന്താ അതിന്റെ അർത്ഥം? നീ ഒരു എംപ്ലോയി മാത്രമല്ല, ഞാനും നീയും ഫ്രണ്ട്സ് ആണ്. എന്റെ ഫ്രണ്ട്സ് മുൻപ് വിക്രാന്തും ആദ്യമായിരുന്നു. ഞങ്ങൾ സഹോദരങ്ങളാണെങ്കിലും അവരെന്റെ ഫ്രണ്ട്സിനെ പോലെയാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. പിന്നെ നീ വന്നപ്പോ എനിക്ക് നിന്നെ ഒരു നല്ല ഫ്രണ്ടായിട്ട് തോന്നി. സത്യം പറഞ്ഞ നീ എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്തിനാ നീ ഇപ്പൊ കരയുന്നേ?
കൈ വേദനിച്ചോ? എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഇത്രയും ചെയ്തതൊക്കെ മതി. ഞാൻ നിനക്കൊരു ഡിസ്റ്റർബൻസ് ആണോ? അമ്മേ ഡിപ്പോ വരെ പോയിട്ട് വരാം. ശരി, പോയി വാ മോനെ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് എനിക്ക് ഉമ്മ വന്നില്ലല്ലോ. ആരതി, ആരിപ്പോ പുറത്തേക്ക് പോയില്ലേ? ആരത്? അമ്മയ്ക്ക് ദേഷ്യം വരും, അങ്ങനെയൊന്നും ചോദിക്കരുത്. ഓ, സീക്രട്ട് ആണല്ലേ. ശരി, ചോദിക്കുന്നില്ല, വാ. വിക്കി എപ്പോഴാ വന്നേ? ദേ ഇപ്പൊ വന്നോളൂ അമ്മേ. വന്നിട്ട് മോളോട്ട് കേറാൻ നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും മാരുതി താഴേക്ക് വന്നു. അപ്പൊ പിന്നെ കുറച്ചേരം കമ്പനി അടിച്ചിരിക്കുവായിരുന്നു. നിങ്ങൾ റെഡിയല്ലേ? പോയാലോ? ഇപ്പോഴേ പുറപ്പെട്ട എങ്ങനാ മോനെ? അതിഥി ഇതുവരെയും കോളേജിൽ നിന്ന് വന്നിട്ടില്ല. അഞ്ജുവും വീട്ടിലേക്ക് വന്നിട്ടില്ല. എന്റെ ഭർത്താവാണെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുമില്ല. ഓ, അങ്ങനെയായിരുന്നല്ലേ. ആരതിയെ കൊണ്ട് പുറത്തേക്ക് പോകാനുള്ള എക്സൈറ്റ്മെന്റില് ഞാൻ അവരുടെ കാര്യമൊക്കെ മറന്നുപോയി. ഓക്കെ, ഞാനെന്നാ വണ്ടി അയക്കട്ടെ? അയ്യോ വേണ്ട മോനെ, എല്ലാരും വന്നതിന് ശേഷം ഞങ്ങള് റെഡിയായിട്ട് അങ്ങോട്ട് വരാം. ഞങ്ങള് പോയിട്ട് വരാമേ, സൂക്ഷിച്ചോണേ. അവര് സൂക്ഷിച്ചോളും. വന്നേടോ. നിങ്ങളെ രണ്ടുപേരെയും കാണുമ്പോ എന്റെ ദൃഷ്ടി വീഴുമെന്ന് എനിക്ക് തോന്നുന്നേ. ഓ, ഒരു മിനിറ്റ്. എല്ലാവരുടെ കണ്ണും പൊട്ടിപ്പോകട്ടെ. ഇനി പോയിക്കോ. നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നോ? അതോ ഈ വേദാന്ത് മേനോനെ ശരിയാക്കി തരാം. എത്ര നീ ഇങ്ങനെ മാറി നടക്കും നോക്കട്ടെ. എന്റെ കണ്ണു വെട്ടിച്ച് നിനക്ക് എങ്ങോട്ടും പോകാൻ പറ്റില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ നീ കേട്ടേ പറ്റൂ. നീ വിചാരിച്ചിരിക്കുന്ന നീയാ ഏറ്റവും സ്മാർട്ട് എന്നല്ലേ? നിനക്ക് ആവശ്യമുള്ളതൊക്കെ നീ സാധിച്ചെടുക്കും. എല്ലാത്തിനും ചേർത്തുള്ള ഉത്തരം ഞാൻ തരാം. ഈ കള്ളച്ചെറുക്കൻ ഞാൻ വന്നത് മുതൽ എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നേ? അതുമാത്രമല്ല, എന്റെ പുറകെ വരരുതെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. ഒരു ആവശ്യത്തിന് ഒരാളെയും ഇന്ന് വരെ ഫോളോ ചെയ്യാത്ത ഇവൻ ഇന്നെന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? എന്റെ മനസ്സിൽ നീയാ ഉള്ളെന്ന് പറയാൻ വന്നപ്പോ നിന്റെ മനസ്സിൽ ഞാൻ ഇല്ലാന്ന് ക്ലിയർ ചെയ്ത് വിട്ടു. തലയിൽ വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ച് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോ ഞാൻ അവോയ്ഡ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവന് പറ്റുന്നില്ലല്ലോ. ഹായ്, ഹാപ്പി കപ്പിൾസിന് സുഖല്ലേ?
പ്രമീ പ്രമീ ദാ വരുന്ന. എന്ത് പറഞ്ഞാലും പ്രമീ, മക്കള് വീട്ടിലില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ പോലെയാ. അവരെന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മനസ്സിനൊരു സമാധാനോ. ഇനി എന്താ, നമുക്കങ്ങോട്ട് പോവല്ലോ. അതിഥി അഞ്ജുവും വന്നല്ലോ, പിന്നെന്താ പ്രശ്നം? പോവാനോ? എവിടേക്കാ പ്രമീ? എവിടേക്കാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ശരി, എവിടേക്കാണോ പ്രയാണം ചെയ്യാൻ പോകുന്നത്? വേറെ എവിടെയാ? വേദാന്തിന്റെ അടുത്ത്. ഓ, അതുകൊണ്ടാണല്ലേ നീ ഇങ്ങനെ ഗ്രാൻഡായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നേ. മരുമോൻ വന്ന് വിളിച്ചു എന്ന് കരുതി നീ അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തല്ലേ. നമുക്ക് അങ്ങോട്ട് പോകണ്ട പ്രമീ. പോവണ്ടാന്നോ? എന്താ കാര്യം? ഞാൻ മക്കളുടെ അടുത്ത് റെഡിയാവാൻ പറഞ്ഞിരിക്കുക. നമ്മൾ അവരുടെ ബന്ധുക്കാരൊക്കെ ആയിരിക്കാം, പക്ഷെ നമ്മളും അവരും തമ്മിൽ സ്റ്റാറ്റസിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എങ്ങനെ ആലോചിച്ച് നോക്കിയാലും നമ്മൾ അവർക്ക് സമമാകില്ല. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാണ്? ദീപാവലി ദിവസം അവരുടെ വീട്ടിൽ പോയപ്പോ എന്താ ഉണ്ടായെന്ന് നീ മറന്നുപോയിട്ടൊന്നുമില്ലല്ലോ. അതെങ്ങനെ നമ്മൾക്ക് മറക്കാൻ പറ്റും? അങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ വീണ്ടും എന്തിനാ അങ്ങോട്ട് പോകുന്നേ? ആരതിയുടെ കല്യാണം കഴിഞ്ഞ പിന്നെ കാര്യങ്ങൾ വേറെയാ. പക്ഷെ ഇപ്പോൾ നമ്മളവിടെ പോകുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവര് നമ്മൾ വിളിച്ചിട്ടുണ്ടല്ലോ. വിക്രാന്തും വേദാന്തും നമ്മളെ അത്രയ്ക്ക് കാര്യമായിട്ടാണ് നോക്കുന്നതെന്ന് കരുതി എല്ലായിടത്തും നോക്കാൻ അങ്ങനെ പോകാൻ പറ്റുമോ? അതൊരു മര്യാദയല്ലല്ലോ. ഇതിപ്പോ വേദാന്ത് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി, അവിടെ നമുക്കെന്താ കാര്യം? നിങ്ങൾ പറയുന്നത് ശരിയാണ്. എന്റെ ബുദ്ധിക്ക് എന്തു പറ്റിയെന്തോ. ചേച്ചി വെളിനും വരുന്നില്ലത്രേ. അല്ല പിന്നെ, ഇപ്പൊ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? ഉറപ്പായിട്ടും ശരിയാ. ഞാൻ നിങ്ങളെപ്പോലെ ആലോചിച്ചില്ലേ കാര്യങ്ങളൊന്നും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവത്തില്ല. വിളിച്ചപ്പോ ഞാനങ്ങ് പുറപ്പെട്ടു പോയനി. അതും മക്കളെ കൂട്ടിക്കൊണ്ട്. ആലോചിക്കുമ്പോ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുന്നു. അങ്ങനെയൊന്നും നീ ചിന്തിക്കണ്ട. നിന്റെ മനസ്സിൽ അല്പം പോലും കളങ്കമില്ലല്ലോ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എന്ന് കരുതി അത് മോശമൊന്നുമല്ല. ഇനി ഇതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഞാനുള്ളിടത്തോളം കാലം നിനക്ക് ഒരു സ്ഥലത്തും ഒരു ബുദ്ധിമുട്ടും വരില്ല. ഒരു സ്ഥലത്തും തലകുനിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ എന്താ ഈ പറയുന്ന അമൂല്യ? ഞാൻ നിങ്ങളോട് കൈ കൂപ്പുവെന്ന് അമൃത. പ്ലീസ്, ഇതൊരു വലിയ വിഷയമാക്കരുത്. നിങ്ങളെ ചതിക്കണം എന്നൊരു ഉദ്ദേശം എന്റെ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കപ്പിളാണെന്ന് കള്ളം പറഞ്ഞതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അന്നത്തെ സിറ്റുവേഷനിൽ അതാ ശരിയെന്ന് തോന്നി. ദിസ് ഇസ് റബ്ബിഷ് അമൂല്യ. പ്ലീസ് നമ്രത, നിങ്ങൾക്ക് ഹേർട്ടായെന്ന് എനിക്കറിയാം. ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. ഞാനപ്പോ ആ സമയത്ത് അറിയാതെ പറഞ്ഞു പോയതാ. പക്ഷെ അന്നത് കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തേ. പ്ലീസ്, ഞങ്ങളുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കില്ല. പ്രണയത്തില് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രണയം നിങ്ങളാണ് മനസ്സിലാക്കാത്തത്. അതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ കണ്ണിലറിയാം. നിങ്ങൾ എന്നോടല്ല കള്ളം പറഞ്ഞത്. നിങ്ങളോട് തന്നെ കള്ളം പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഇല്ല നമ്രത, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ അങ്ങനെ ഒന്നുമില്ല. ആദ്യം ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല. ഇനി മുന്നോട്ടുണ്ടാവാൻ ഒരു സാധ്യതയില്ല. നിങ്ങൾ എന്റെ മുന്നിൽ ഒരു നാടകം കളിച്ചു. പക്ഷേ ആ നാടകത്തിൽ ഒരു സത്യം ഉണ്ടായിരുന്നു. അത് നിങ്ങളെ കാണുന്ന എല്ലാവർക്കും അറിയാം. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു പ്രണയമുണ്ട്. വേദാന്ത് ഇപ്പൊ വേറൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അവര് രണ്ടുപേരും നല്ല ചേർച്ചയാ. സോ പ്ലീസ്.
പക്ഷെ ഇത് എവിടെയാ? ഇപ്പൊ തന്നെ പാർട്ടി തുടങ്ങാറായി. എന്താ മോളെ, ആദ്യത്തെ നിനക്ക് മെസ്സേജ് ഇട്ടില്ലേ? അയ്യോ മറന്നുപോയല്ലോ. ഇല്ല അച്ഛാ, ഒരു മെസ്സേജും വന്നില്ലല്ലോ. നിങ്ങളിപ്പോ എവിടെയാ? ലേറ്റ് ആവുന്നു. ഞങ്ങള് വീട്ടിലുള്ളത് മോളെ. വീട്ടിലാണോ ഉള്ളേ? എന്താ അച്ഛാ, എന്തു പറ്റി? പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല മോളെ, ഞങ്ങള് പാർട്ടിക്ക് വരുന്നില്ല, അത്ര തന്നെ. എന്താ അച്ഛാ ഇങ്ങനെ പറയുന്നേ? നിങ്ങൾ വരുമെന്ന് കരുതിയല്ലേ ഞാൻ കാത്തിരുന്നേ. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല മോളെ. നീ വീട്ടിൽ വന്നതിന് ശേഷം സംസാരിക്കാം. ഇപ്പൊ ഏതായാലും ടൈമായി. നീയും ആരതിയും ലേറ്റ് ആകാതെ വരാൻ നോക്ക്. ഓക്കെ അച്ഛാ, നിങ്ങൾ എല്ലാരും വരുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പൊ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ശരി മോളെ, വന്നേക്കാം. ശരി അച്ഛാ, വന്നേക്ക്. എല്ലാരും വേഗം റെഡിയാകും, പോകാം. ധ്രുവ, നീ ഞങ്ങളുടെ കൂടെ വാ. ഇതിനെ വീട്ടിൽ കയറ്റിയതും പോരാ, ഇനി പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകണം. വേണ്ട, ഞാൻ വരുന്നില്ല. കുഴപ്പമില്ല, വന്ന മോനെ. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറാവില്ലേ? കുഴപ്പമില്ല, എനിക്ക് ജോലി ചെയ്ത് നല്ല ക്ഷീണമുണ്ട്. ഞാൻ കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. ഫാമിലി ഫംഗ്ഷൻ അല്ലേ, പോയിട്ട് വാ. ശരി. ചേട്ടാ, ഒരു ജ്യൂസ് കൊടുക്ക്. ഒന്നിനൊരു മടിയും വേണ്ട, പാർട്ടി എൻജോയ് ചെയ്തോളൂ. നിങ്ങൾ ആ ജ്യൂസ് എല്ലാവർക്കും കൊടുക്ക്. നമ്മുടെ ആള് ജെറിയുടെ പുറകെ നടക്കുന്ന ടോമിനെ പോലെ ഉണ്ടല്ലോ. ഹലോ ബോസ്. എന്താ നിങ്ങളുടെ പ്രോബ്ലം? അല്ല, നിന്റെ പ്രോബ്ലം എന്താ? ഇവിടെ ആളുകളുള്ളതാ എന്റെ പ്രശ്നം. അല്ല, അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പുറകെ നടന്ന കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കും? അവരെന്റെ ഗസ്റ്റ് അമൂല്യ. അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷെ നിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാ എനിക്ക് പറയാത്തെ. അതെന്തിനാ? ഇത്രയും വർഷമായിട്ട് ഞാൻ ഇങ്ങനെ ആരെയും ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ കാര്യം പറയും. എനിക്ക് സംസാരിക്കണമെന്ന് പറയുമ്പോ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിന്നിട്ടേ ഉള്ളൂ ഇതുവരെ. പക്ഷെ നീ ഇപ്പോ വേദ, നീ ഇവിടെ എന്തെടുക്ക്? അത് അമ്മേ, അതും ഇതും ഒന്നും പറയണ്ട. ഇന്നത്തെ സ്റ്റാർ ഓഫ് ദ ഈവനിങ് സാഹിത്യ, നീ അവളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണ്ടേ? നീ പോയി അവളെ വിളിച്ചോണ്ട് വാ. വേദാൻ, നീ എന്തേ നോക്കി നിൽക്കുന്നേ? പോയി അവളെ വിളിച്ചോണ്ട് വാ. ഹാപ്പി ബർത്ത്ഡേ സാഹിത്യ. താങ്ക് യു വേദാന്ത്. ഇതെല്ലാം കണ്ടോണ്ട് ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ആദ്യ വേണ്ട.
ബട്ട് അമൂല്യക്ക് സങ്കടമായിട്ടുണ്ട് സിദ്ധാർത്ഥ്. അതെനിക്കും മനസ്സിലായി. പക്ഷെ ഇപ്പോ അവളുടെ പാട്ടിനെ അവള് പൊക്കോട്ടെ. ഇതെല്ലാം അവള് തന്നെ ശരിയാക്കട്ടെ. ഇതെല്ലാം പരീക്ഷണം അമൂല്യ. ഇതിലൊന്നും നീ ഒരിക്കലും തളരരുത്. നീ നിന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആദ്യത്തെ പ്രയോറിറ്റി നിന്റെ ഫാമിലിക്ക് മാത്ര. നീ നിന്റെ ഫാമിലിക്ക് വേണ്ടി ഇനി സ്ട്രോങ് ആയി പറ്റൂ. വിക്കി ചേട്ടൻ എല്ലാവർക്കും എത്ര നന്നായിട്ടാ ചേച്ചിയെ പരിചയപ്പെടുത്തിയത്. അമ്മ അത് കണ്ടായിരുന്നെങ്കിൽ എത്ര സന്തോഷിച്ചേനെ. ഇത്ര നല്ല വീട്ടിലേക്കാണല്ലോ എന്റെ മോളെ വിട്ടേന്നോർത്ത് ഒരുപാട് സന്തോഷിച്ചേനെ. ഇതെന്താ ഇത്ര ലേറ്റ് ആവുന്നത്? ഇത്ര നേരമായിട്ടും എത്താറായില്ലേ? അമൂല്യ, വെയിറ്റേഴ്സ് കുറഞ്ഞതൊരു 17 പേരെങ്കിലും വേണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? അതെ ആന്റി. പക്ഷെ ഇവിടെ ഇപ്പോ 2-3 പേരെ മാത്രം കാണുന്നുള്ളല്ലോ. എല്ലാം ഡിലേ ആവുന്നു. ബാക്കിയുള്ളവരൊക്കെ ഇനി എപ്പോഴാ വരുന്നത്? ഈ കാറ്ററിംഗുകാരെ എനിക്ക് നേരത്തെ തൊട്ട് അറിയാവുന്നതാ ആന്റി. അവർക്ക് വരുന്ന ചെറിയ ചെറിയ ഓർഡറൊക്കെ അമ്മയാ ചെയ്തു കൊടുക്കാറ്. അവരൊരിക്കലും റിക്വയർമെന്റ് മിസ് ചെയ്യുന്നവരല്ല. ഇന്ന് മാത്രം അവർക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ഫോളോ അപ്പ് ചെയ്തോളാം ആന്റി. വേറെ ഒന്നിനും ഒരു കുഴപ്പമില്ലല്ലോ. എല്ലാം ശരിയായി ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഓ ആന്റി, ചെക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്തേക്കണം. ആയിക്കോട്ടെ ആന്റി. വേദാന്ത്, ഒന്നിങ്ങി വന്നേ. കുറെ നേരമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. നീ എന്താ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയി നിൽക്കുന്നത്? അങ്ങനെയൊന്നുമില്ലമ്മേ. നിന്റെ കോൺസെൻട്രേഷൻ വേറെ എവിടെയോ ആണ്. പോയി ഗസ്റ്റുകളോടൊക്കെ ഒന്ന് സംസാരിക്കുക. അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം. അവർക്കും അതൊരു സന്തോഷമാവും. കണ്ടോ, പിന്നെ എന്തോ ആലോചിച്ചോണ്ട് നിൽക്കുക നീ. ചെല്ല്. ശരിയമ്മേ. വെയിറ്റേഴ്സ് 3 പേര് മതിയെന്ന് തീരുമാനിച്ചത് ഞാനാ. ഇപ്പൊ അമൂല്യം ഞാൻ വിചാരിച്ചതുപോലെ തന്നെ റിയാക്ട് ചെയ്യും. അത് തന്നെയാ എനിക്കും വേണ്ടത്. ചേട്ടത്തി, പണ്ട് അമൂല്യയും വേദാന്തി ചേട്ടനും നമ്മളോട് വന്ന് സംസാരിക്കുമായിരുന്നില്ലേ? ഇപ്പോ അവര് തമ്മിൽ പോലും സംസാരിക്കുന്നില്ല അല്ലേ? ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണം ആ മൂദേവി സാഹിത്യ. അവള് എന്റെ കൊച്ചുമോന് കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. എന്ത് കൈവശം കൊടുത്തുന്നോ? അല്ലെങ്കിൽ പിന്നെ എന്താ? എന്നോട് കള്ളം പറഞ്ഞ് അമൂല്യയുടെ പുറകെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നതല്ലേ? അതുപോലെ തന്നെയായിരുന്നു മുത്തശ്ശി. എപ്പോഴും രണ്ടുപേരും കറക്കായിരുന്നു. അങ്ങനെയുള്ളപ്പോ ഇരുന്ന ഇരിപ്പിൽ ഇവളോട് സ്നേഹം തോന്നാൻ എന്താ കാരണം? ആദ്യ വശീകരിച്ചു വെച്ചിരിക്കുക അവള്. അവളെ എങ്ങാൻ കെട്ടേണ്ടി വന്ന അവന്റെ ജീവിതകാലം ഗതി പിടിക്കില്ല. അയ്യോ മുത്തശ്ശി, ഒന്ന് പതുക്കെ പറയേ. അമ്മയ്ക്ക് സാഹിത്യം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അമ്മ എങ്ങനെ കേട്ട വലിയ സീനാവും. അയ്യോ, കേക്കുവാണെങ്കിൽ അവള് കേക്കട്ടടാ. അവള് നിനക്കമ്മയാ. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്കാരെയും പേടിയില്ല. അല്ല പിന്നെ നിങ്ങളെ കൊണ്ട് ഈ ജോലി ചെയ്യാൻ പറ്റില്ല. മുത്തശ്ശി നിങ്ങളെ പോലെ പേടിത്തൂറിയല്ല. ഒരു സൈഡിൽ നിന്ന് വിളിക്കാൻ എല്ലാവർക്കും പറ്റും. ഫേസ് ടു ഫേസ് പറയാൻ എല്ലാവർക്കും പാട്.